ഹായ് ഗൈസ്, അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം 2 മാസത്തെ അവധിക്ക് ശേഷം ഒന്നുമില്ല, പൊക്കം 2 മാസത്തെ അവധിക്ക് ശേഷം ഇന്ന് കോളേജൊക്കെ തുറന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ വണ്ടി വരും. അപ്പോൾ ഇന്ന് രാവിലെ ഏറ്റപ്പോൾ തൊട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ വണ്ടി വരും, നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇതേ ഇപ്പം കോളേജിലോട്ട് നടന്നു പോവാണ്. ഇവിടുന്ന് ഒരു 10-13 മിനിറ്റ് ഉണ്ട് കേട്ടോ നടക്കാൻ. പിന്നെ ആണെങ്കിൽ ഞാൻ വരുന്ന വണ്ടി മാറ്റി ഗൈസ്. ഞാൻ വരുന്ന വണ്ടി ഒരു പറക്കുംതലക മോഡൽ വണ്ടിയായിരുന്നു. അപ്പോൾ അത് മാറ്റി അതിൻ്റെ കുറച്ചുകൂടെ ഒരു നല്ല വണ്ടി ആക്കി. അപ്പോൾ വണ്ടി വന്നപ്പോൾ ആണെങ്കിൽ അവിടെ ഒരു എന്നെ പഠിപ്പിച്ച ടീച്ചർ അതിൻ്റെ തിരിപ്പുണ്ടായിരുന്നു ഗൈസ്. എന്നെ ആണെങ്കിൽ അവർ അറിഞ്ഞു കിടന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം കുഞ്ഞിലെ ആണെങ്കിൽ എന്നെ അറിയില്ല, കുഞ്ഞിലെ എന്നെ അവർ UKG വെച്ചിട്ട് ഞുള്ളിപ്പറിച്ചിട്ടുണ്ട്. കയ്യിൽ ഞുള്ളിപ്പറിച്ച് അത്രയും ഭാഗത്തെ ദശ ഇങ്ങനെ പിഴുതെടുത്ത സ്ത്രീയാണ്. അതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമില്ല ഗൈസ്. എന്നിട്ട് അവർ ഞാനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കാനൊന്നും പോയില്ല ഗൈസ്, വേറെ പണിയൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ ഇത് രാവിലെ ഏച്ചപ്പം കൺകുരു ഇങ്ങനെ തടിച്ചിരിപ്പുണ്ട്. കോളേജ് തുറന്നില്ല, അതിൻ്റെ ഇപ്പോൾ അവധി എടുക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് വയ്യ. ഇവിടെ തൊട്ടിപ്പുറത്ത് തന്നെ ഇതിൻ്റെ ഹോസ്റ്റലുണ്ട് കേട്ടോ. ഈ കോളേജിൻ്റെ അല്ല, വേറെൻ്റെ ഹോസ്റ്റലാണെന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല, കാരണം എൻ്റെ വീട് ഇത്രയ്ക്ക് അടുത്ത്. അപ്പോൾ നമ്മളിന്നും പോയി വരും. ഇവിടെ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും കോളേജിൽ ഞാൻ പോയേനെ. പക്ഷെ പോയില്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത്, മറ്റേ ഇതിൻ്റെ വേണ്ട ഹോസ്റ്റൽ ഫീസ് കൂടെ വെറുതെ പോകുമല്ലോ. അപ്പോൾ എനിക്കറിയാം അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇന്നും പോയിട്ട് വരുന്നത്. പിന്നെ അതിനല്ല ഗൈസ്, ഇവിടെ ഇപ്പം നമുക്ക് ക്ലാസ്സൊക്കെ വെച്ചാലും നമുക്ക് എന്നും പോകണം. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്നും പോവുകയാണെങ്കിൽ നമുക്ക് എന്നും ബസ്സൊന്നും കാണത്തില്ല. അപ്പോൾ ആ പേരൊക്കെ പറഞ്ഞ് നമുക്ക് അവധി എടുക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഹോസ്റ്റല്. ഈ മതിൽ തീരുന്നിടത്താണ് എൻ്റെ കോളേജ് വരുന്നത് ഗൈസ്. ക്ലാസ് ആണെങ്കിൽ 9:30-ക്കാണ് ക്ലാസ് എന്ന് പറഞ്ഞേക്കുന്നത്. സാധാരണ നോർമലി അത് തുടങ്ങുന്ന 9 മണി തൊട്ട് 2:15 വരെയാണ്. അപ്പോൾ ഇന്ന് 9:30-ക്കാണ് ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഇപ്പോൾ എത്തിയപ്പോൾ തന്നെ 9:40 ഇപ്പോൾ തന്നെ സമയം. അപ്പോൾ ഇന്ന് ഒരു ഫസ്റ്റ് ഡേ. ഇന്നലെ പിന്നെ എന്തോ വേറെ എന്താ ഉണ്ടാക്കിയ ക്ലാസ്, അതിന് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് റെഗുലർ ക്ലാസ് ആണ് പറഞ്ഞത്. പിന്നെ ചെന്ന് കയറുമ്പോഴേ കിട്ടും. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ അവിടെ നിന്ന് ആകെ 2 വണ്ടിയേ ഉള്ളൂ രാവിലെ. ഒന്ന് 7:30-ക്കും 2 8:45. അപ്പം ഞാൻ ഇന്ന് 8:45 വണ്ടിക്കാണ് വന്നേ. 7:30 വണ്ടിക്ക് വന്നാൽ ഞാനിവിടെ ഒരു മണിക്കൂർ ഞാനിവിടെ പോസ്റ്റാണ്. അതിൽ നല്ലൊരു 10 മിനിറ്റ് താമസിച്ച് ചെല്ലുന്നുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ കോളേജ്. ഇതുവഴിയും കയറിപ്പോവാം, ഇതുവഴിയും കയറിപ്പോവാം, ഇതുവഴിയും കയറിപ്പോവാം, ഇതിലേ വേണേലും കയറിപ്പോവാം ഗൈസ്. എല്ലാ ഇതിലേ ചെന്നാലും ഇത് എല്ലാം കറങ്ങിത്തിരിഞ്ഞ് അതുവഴിയൊക്കെ വരും. നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ വർഷം ആദ്യം ഈ സമയത്ത് വന്നപ്പോൾ നമ്മൾ ഇതുവഴി എല്ലാം പോയായിരുന്നു. അവിടെ എല്ലാം പോയി കണ്ടുകൊണ്ടും വലിയ രസമില്ലാത്തതുകൊണ്ടും ത്രില്ലില്ലാത്തതുകൊണ്ടും ഇത്തവണ കയറി പോകുന്നില്ല. ഇപ്പോൾ ക്ലാസ് എവിടെയാണ് എനിക്ക് അറിയത്തില്ല. ഇക്കണ്ട നടത്തും ഈ മുതുകേറ്റമൊക്കെ കയറി കോളേജിൽ ചെല്ലുമ്പോൾ പാതി ജീവൻ പോകും ഗൈസ്. ഭയങ്കര കുഴപ്പം. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ലായിരിക്കും. നമ്മളൊക്കെയല്ലേ ഇവിടുത്തെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളൊക്കെയല്ലേ ഇതൊക്കെ എടുക്കണ്ടേ. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒരുക്കത്തിനൊന്നും യാതൊരു കുറവുമില്ല. അങ്ങനെയൊന്നുമല്ല ഗൈസ്, ഞാൻ ഒരുങ്ങിയാലും ഞാൻ പഠിക്കും. കാരണം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഗൈസ്. ഇതുവഴി കയറി ഇവിടെ ചെല്ലുന്ന ക്ലാസ് ആരെയിലൊക്കെ വന്നതാണ് ഗൈസ്. നമുക്ക് പോയി കൈയോടെ മേടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇനി തൊട്ട് ഇതാണ് നമ്മുടെ ക്ലാസ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ഇതേ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഹായ് ജസ്റ്റു, എൻ്റെ ഫ്രണ്ട് ജസ്റ്റീന. ഗൈസ്, ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും എടുക്കത്തില്ല. നമുക്കിതൊക്കെ പ്രെഡിക്റ്റബിളാണ്. നമ്മൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ട് പോസ്റ്റാണ് ഗൈസ്. ടീച്ചർ എന്തോ ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് എന്തോ പോസ്റ്റർ എങ്ങാണ്ടൊക്കെ തയ്യാറാക്കണമെന്ന് പറഞ്ഞു. പോസ്റ്ററോ എക്കോ ഫ്രണ്ട്ലി
ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനൊക്കെ പറഞ്ഞു ഗൈസ്. ഇവിടെ വൈഫൈ പോലും ഇല്ല. വരുന്ന പിള്ളേരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കോളേജിൽ അങ്ങ് ചുമ്മാ പോസ്റ്റ് ഈ സമയം സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ എടി ജസ്റ്റിനെ, ഈ സമയം നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യും അല്ലേ? ഇവിടെ വന്ന് ചുമ്മാ കിടന്നുറങ്ങും, ഫുഡ് കഴിക്കാം, TV കാണാം. അതേസമയം ഇവിടെ വന്നിരുന്നാലോ പട്ടി പോസ്റ്റ് അടിച്ച് ഒന്നും ചെയ്യാനും പറ്റില്ല. ഇവരൊന്നും ചെയ്യിപ്പിക്കുക, ഫോൺ പോലും നേരം യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തൊരു സാഹചര്യമാണ്. നിന്നെ ആരും പിടിച്ചോളൊന്നും പോത്തൊന്നും ഇല്ല. ഗൈസ്, അങ്ങനെ നമ്മളിത് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് 2 പീരീഡ് ഞങ്ങളുടെ ഒരു മിസ്സിൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയാണ്. അപ്പോഴത്തേക്കിനും ടീച്ചർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പുതിയ അഡ്മിഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ച് തിരക്കാണ് എല്ലാവരും. അതുകൊണ്ട് നമ്മളോടിപ്പോൾ ക്ലാസ്സിൽ തന്നെ ഇരുന്നോളാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇത്രയും നാളും മഴ പെയ്യുണ്ടായിരുന്നു. ഇതുകൊണ്ട് ഇന്ന് കോളേജിൽ വന്നപ്പോഴത്തേക്കിനും പെരുമഴ. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവിടെ ഈ പാലായിൽ മഴ പെയ്ത് വെള്ളം പൊങ്ങട്ടെ, പൊങ്ങിയാലല്ലേ നമുക്ക് അവധി കിട്ടത്തുള്ളൂ. ഇത് മീനച്ചിൽ താലൂക്കിൻ്റെ ഇതിലുള്ളതാണ് ഈ കോളേജ് ഇരിക്കുന്നത്. അപ്പം മീനച്ചിലാറ്റി വെള്ളം പൊങ്ങിയാൽ നമുക്ക് എന്നാ പറയുന്നത്, ഇവിടെ അവധി കിട്ടും. അതുകൊണ്ട് ഇത്രയും നാളും ഈ അവധി ഇല്ലായിരുന്നു. പക്ഷേ മഴയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇതൊന്നും നല്ല രീതിയിലൊന്നും പെയ്യുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വന്ന് കോളേജിലൊക്കെ വന്നിട്ട് ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്കൊന്ന് പുതിയ അഡ്മിഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ്സുമാരൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റിലത്തെ 2 പീരീഡ് ഞങ്ങൾ ഒരു മിസ്സിൻ്റെ തന്നെയാണ്, ക്ലാസ് ടീച്ചറില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു 2 പീരീഡ് നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു പ്രൊജക്റ്റ് പോലെ ഈ ജൂൺ 5 വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണെങ്കിൽ ഇതിപ്പം നല്ല മഴ പെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും 2 ദിവസം മഴയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇന്ന് നല്ല മൂടിക്കെട്ടി മഴക്കാറുണ്ട്. അപ്പം വെള്ളം പൊങ്ങുകയാണെങ്കിൽ അവധി കിട്ടും. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ മഴയൊക്കെ പെയ്യുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. നമുക്കപ്പോൾ അറിയാം വീട്ടിലങ്ങനെ വിടത്തില്ലെന്ന്. കാരണം ഇപ്പോൾ സ്കൂളിലാകുമ്പോൾ എത്ര മഴ പെയ്തെന്ന് പറഞ്ഞാലും ഉച്ചയ്ക്ക് വിടുന്നതൊക്കെ ഭയങ്കരമായിട്ട് റെയറാണ് ഉച്ചയ്ക്ക് വിടുന്നത്. നമ്മളെ വൈകിട്ട് വരെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഇരുത്തിയിട്ട് ഇപ്പം അത്രയ്ക്ക് മഴയൊക്കെ ആണെങ്കിൽ പേരൻസിനെ വിളിച്ച് വരുത്തി അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിൽ വിടുന്നത്. അപ്പം ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് വിടത്തില്ലെന്ന് നമുക്കറിയാം, മനസ്സോടെ നമുക്കറിയാം നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ആകെ ഒരു പഠിപ്പിക്കാതിരിക്കാനുള്ള നമ്മുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല മഴയൊക്കെ മഴ പെയ്താൽ ഇങ്ങനെ ക്ലാസ് ടീച്ചറൊന്നും വരത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ മഴ പെയ്ത് നല്ല കറണ്ടൊക്കെ പോയി അങ്ങനെ ക്ലാസ്സിൽ വെട്ടമൊന്നുമില്ല. അപ്പോൾ പിള്ളേരിങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ ബെഞ്ചിൽ കൊട്ടി പാട്ടൊക്കെ പാടാൻ തുടങ്ങും. പിന്നെ ഭയങ്കര ഒരു വൈബായിരുന്നു അതൊക്കെ. പക്ഷെ ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇത് ഗേൾസ് കോളേജാണ്. അപ്പോൾ അങ്ങനെ ബെഞ്ചിൽ കൊട്ടി പാട്ടോ അല്ലാതെ പാട്ടോ ഒന്നുമില്ല. നമ്മളിവിടെ ഇവിടെ എല്ലാവരും വരുന്നു പോകുന്നു, ആ ഒരു ലെവലാണ് എല്ലാവരും. അല്ലാതെ നമ്മളിങ്ങനെ എന്നാ പറയുന്നത്, ഇപ്പോൾ ഒരു സ്കൂൾ വൈബില്ല. ഒരു കോളേജിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സ്കൂളിലും വലിയ വൈബൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മഴയാണെങ്കിലും ടീച്ചർമാർ വന്ന് പഠിപ്പിക്കും, അതൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിലിടും. പക്ഷെ അന്നൊന്നും പറഞ്ഞാൽ അത്രയ്ക്കും വാട്സാപ്പിലൊന്നും അങ്ങനെ നോട്ട്സും കാര്യങ്ങളൊന്നും ഇടത്തില്ലായിരുന്നു, പഠിപ്പിക്കുകയൊന്നും ഇല്ലായിരുന്നു. കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടാണല്ലോ നമ്മളെ ഈ ഓൺലൈനായിട്ട് പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. ഗൈസ്, ഈ ബാക്കിൽ കാണുന്നത് എല്ലാം PG ആണ് കേട്ടോ. PG ഉണ്ട്, ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടെ കാണാം. അതിൻ്റെ പേരെന്തായിരുന്നു, സെൻറ്റ് തോമസ് കോളേജാണ്. നമ്മളിങ്ങനെ എന്നിട്ട് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നത്, അവൻ ചോദിച്ചു, നമ്മൾ ഈ സാധാരണ ഇങ്ങനെ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇത് ഗേൾസ് കോളേജാണ്. സെൻറ്റ് തോമസ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് മിക്സ്ഡാണ്. അപ്പം അവരെന്നോട് ചോദിച്ചു, ഈ കോളേജിലെ ഗൗരി നിങ്ങളുടെയൊക്കെ കോളേജൊക്കെ വിടുമ്പോഴത്തേക്കിനും ചെറുക്കന്മാരൊക്കെ ഇങ്ങനെ മതിലിൻ്റെ അപ്പുറത്ത് വന്നിട്ട് കുറേ നേരം ക്യൂ നിൽക്കുമോ അല്ലെങ്കിൽ അവരിങ്ങനെ നോക്കി നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ സിനിമകളിൽ മാത്രമുണ്ട്, ഇങ്ങനെ റിയൽ ലൈഫിൽ ഞാനിങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇവിടുന്ന് കയറുന്നു, അവർ അടുത്ത വണ്ടി കയറി സ്റ്റാൻഡിലോട്ട് പോകുന്നു, അവിടെ പഠിക്കുന്നവർ നേരെ നടന്നു പോകുന്നു. അല്ലാതെ ഈ കോളേജിലൊക്കെ കാണിക്കുന്ന പോലെ മറ്റേ ഗേൾസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് വായി നോക്കി നിൽക്കുമോ
അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. അതൊക്കെ ചുമ്മാ സിനിമകളിൽ മാത്രം ഒരു ഇത് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഞാൻ ഒന്നും കണ്ടിട്ടൊന്നുമില്ല ഗൈസ്. ഈ കാണുന്നതൊക്കെ മറ്റേ സെൻറ് തോമസിൻ്റെ ഈ കാണുന്നതൊക്കെ സെൻറ് തോമസ് ഇതാണ് കോളേജ്. അതിൻ്റെ ഒരു സ്ഥലമാണ്. ഈ ഒരു മഴക്കാറാണ് ഗൈസ് എൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷ. നമ്മുടെ ക്ലാസ് വന്നേക്കുന്നത് 3rd ഫ്ലോറിലാണ്. അപ്പോൾ രാവിലെ വരവെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കോളേജിൽ ചേർന്നിട്ട് കഴിഞ്ഞ ജൂലൈയിലെങ്ങാണ്ട് ഞാൻ ചേർന്നതാണ്. കഴിഞ്ഞ ജൂലൈയിൽ ചേർന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഒരൊറ്റ വർഷത്തോളം ഞാൻ അധികം അങ്ങനെ വർക്കൗട്ട് ചെയ്യും. പക്ഷേ 2 ദിവസം മാത്രമേ എൻ്റെ വർക്കൗട്ടൊക്കെ കാണത്തുള്ളൂ. പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഞാനൊരു 10 കിലോ ഞാൻ കുറഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കോളേജ് വരെ അത്യാവശ്യം നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വരുന്നത് ഇപ്പം 9:00 ക്ലാസ്സെങ്കിൽ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 8:45 വണ്ടിക്ക് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ അത് സ്റ്റാൻഡിൽ വരുമ്പോൾ തന്നെ ആ വണ്ടി കറക്റ്റ് 9:30 ആകും. അവിടുന്ന് പിന്നെ ഒരു 15-13 മിനിറ്റ് നടക്കാൻ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും 9:45 ആകും. അപ്പോൾ ഞാൻ എത്രയും ആസ് സൂൺ ആസ് പോസിബിൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി വരും. ഞാൻ ഓടി വരുന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് എന്താ പറയുന്നത്, രാവിലെ തന്നെ ഓട്ടം. പിന്നെ വൈകിട്ടാണെങ്കിലും ചിലപ്പോൾ എല്ലാം സ്റ്റാൻഡ് വരെ നടന്നാണ് പോകുന്നത്. പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പം 9:30 ആകുമ്പോഴത്തേക്കിനും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഇവർ ലിഫ്റ്റ് നിർത്തിയിടും. അപ്പോൾ നമ്മൾ ഈ 3rd ഫ്ലോർ വരെ, അതായത് 4 നില നമ്മൾ ഓടിക്കയറണം. കാരണം ക്ലാസ്സൊക്കെ തുടങ്ങും. അപ്പോൾ നടന്നു കയറിയാലും ഓടിക്കയറിയാലും 4 നില കയറണമല്ലോ. അങ്ങനെ ഞാൻ 10 കിലോ ഒരു ഡയറ്റോ ഒരു വർക്കൗട്ടോ ഇല്ലാതെ 10 കിലോ കുറഞ്ഞു. പിന്നെ അവധിക്കിരുന്ന് കുറച്ച് കഴിച്ചാണ് കുറച്ചൊരു വണ്ണമൊക്കെ ആകി ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വർഷം അത് പിന്നെയും കുറയട്ടെ. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് കുറേ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് 10 കിലോ ഒക്കെ കുറഞ്ഞു. കണ്ടോ കഴിച്ച നമ്മളൊക്കെ പോയപ്പോൾ ഇവിടെ ഭയങ്കര ഗമനമൊക്കെ ഇതുണ്ട്. നമ്മളൊക്കെ പോയപ്പോൾ ഭയങ്കര പുരോഗമനമൊക്കെ ഉണ്ടായി. അവിടെ ഗ്ലാസ് ഇട്ടു. കാരണം അവിടുന്ന് ഈ ഷീറ്റിൽ നിന്ന് വെള്ളം തെറിച്ചിട്ട് ആ ഷീറ്റിൽ നിന്ന് വെള്ളം തെറിച്ചിട്ട് അത് അകത്തോട്ട് വീഴുന്നുണ്ടായിരുന്നു. അവിടെ പലർക്കും സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ടു. അങ്ങനെ നമ്മൾ രാവിലെ വന്നു. കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. മൊത്തം ഫ്രീ പീരീഡ് ആയിരുന്നു. 2 പീരീഡ് വരുമ്പോഴത്തേക്കും മിസ്സുമാർ വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും വന്നില്ല. അങ്ങനെ ഇപ്പം നമ്മൾ രാവിലെ വന്നിരുന്നു. ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വെള്ളമൊന്നും ഇല്ല ദാരിദ്ര്യം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് കറി. മോരുണ്ട്, പിന്നെന്താണ് ജാതിക്ക അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, ബീൻസ് പച്ചപ്പയറുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം ഗൈസ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. ഇത് കോളേജൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ വണ്ടിക്കൂലി മുടക്കി രാവിലെ വരുന്ന ഫുഡ് കഴിക്കുന്നു, കുറച്ച് നേരം വിശ്രമിക്കുന്ന, വീട്ടിൽ പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കിടന്നുറങ്ങിയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കയറി കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആയിട്ട് കുറച്ച് നേരം ക്ലാസ്സിൽ എന്തുകൊണ്ടൊക്കെയോ ടീച്ചർമാരൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അങ്ങനെ അവരതൊക്കെ പറഞ്ഞിട്ട് പോയി. നമ്മൾ പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2:45 ആയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ പെർമിഷൻ എടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ ഡയറക്റ്റ് ഒറ്റ വണ്ടി കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇപ്പോൾ ഈ പോകുന്ന വണ്ടിയാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വീട്ടിൽ ഇറങ്ങി ഗൈസ്. ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് വേണം നേരെ സ്റ്റാൻഡിൽ വരച്ചല്ലേ. ഗൈസ്, അങ്ങനെ നമ്മളിത് ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇന്ന് എന്തിനാണ് പോയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ ആകെന്ന് പറഞ്ഞാൽ ഞാനിന്ന് പോകുന്നില്ല. അപ്പോൾ
അമ്മയും അച്ഛനും കൂടെ നിർബന്ധിച്ച് വിട്ടതാണ്, അത് വെറുതെ പോയതാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയില്ല, നടന്നു പോകുന്നു. ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ കോളേജ് കാഴ്ചകളൊക്കെ. അപ്പം നമ്മൾ സ്ഥിരം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം നാളെ എന്തോ പ്രോഗ്രാമാണ്, അപ്പോൾ നാളെയും ഇതുപോലെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. നാളെ കഴിഞ്ഞ് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത് 10 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ, അത് കഴിഞ്ഞ് പഠിപ്പിക്കുമായിരിക്കും. ഞങ്ങൾക്ക് എക്സാം എടുക്കാറാകുന്ന ടൈമിലും ഈ ഒരു ടൈപ്പ് ഓഫ് രീതിയിലൊക്കെ തന്നെ പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ വെറുതെ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ വണ്ടിക്കൂലി മുടക്കി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നായിരുന്നു ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്, അങ്ങനെ വീഡിയോ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ